ലേഖനം 11 അധ്യായം 21 വാക്യം ഒന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ദൂതിലേക്ക് വേഗത്തിൽ വരാം. ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11 അധ്യായം 21 വേദവാക്യം. വിശ്വാസത്തിൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്തോ ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. നല്ലൊരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. വിശ്വാസത്തിൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഞാൻ രാവിലെ സമയം 11 അധ്യായത്തിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നടുവിൽ ആമേൻ പരിചയപ്പെടുത്തി. നമുക്കറിയാം ആമേൻ. ഒരിക്കൽ കൂടി ഒന്നാവർത്തിച്ചിട്ട് ഞാൻ ആ ദൂതിലേക്ക് വരാം. വിശ്വാസ വീരന്മാരുടെ ഓരോ ചരിത്രങ്ങൾ പരിശുദ്ധാത്മാവ് കോർത്തിണക്കി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആമേൻ 21 വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ തൊടുന്നു. ആ തൊടുന്നത് അബ്രഹാമിന്റെ ചരിത്രമാണെങ്കിലും ഇസ്ഹാക്ക് കഴിഞ്ഞ് യാക്കോബിലേക്ക് ആമേൻ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതാ 21 വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. വിശ്വാസത്തിൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും. അപ്പോൾ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. മനശ്ശെ, എഫ്രയീം എന്നിവരെ രണ്ടുപേരെയും തൻ്റെ പ്രാർത്ഥിക്കത്തിൽ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് യാക്കോബ് അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. എന്നിട്ട് അടുത്തൊരു വാക്യം പറയുന്നു, തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അനുഗ്രഹിക്കുക മാത്രമല്ല, വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അനുഗ്രഹിക്കുക മാത്രമല്ല, വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. കരമുയർത്തി നല്ലൊരു സ്വതന്ത്രം അറിയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടെ വർഷിപ്പ് നടക്കുന്ന സമയത്ത് ഈ ഒരു വാക്യം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആത്മാവ് ഇടപെട്ട് ഞാനൊരു മെസ്സേജ് എടുത്തു വെച്ചെങ്കിലും ഇതെന്തോ ഇതിനകത്തുനിന്നൊരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എടുത്തത്. ദൈവമക്കളെ, ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അവസാന സമയത്തെങ്കിൽ ആമൻ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുക മാത്രമല്ല, തൻ്റെ വടിയുടെ അറ്റത്ത് ചാരി നിന്ന് അനുഗ്രഹിച്ചു. ഈ വടി എന്ന് പറയുന്നത് ആമൻ യാക്കോബിന്റെ ജീവിതമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വടി എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്കറിയാം അനവധി സ്ഥലത്ത് വടിയുടെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമൻ ഒരിക്കല് ആമൻ മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി മിസ്രയീമിൽ തൊട്ട് ഉള്ളൊരു വടിയാണ്. ആ വടി കംസവടിയെന്നും ആ വടിക്ക് അധികാരത്തിന്റെ വടിയെന്നും മിസ്രയീമിൽ പാരമ്പര്യമായി കുത്തിക്കൊണ്ട് നടന്ന വടിയെന്നുമൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. എന്നുമാകട്ടെ, ആ വടി അത് മോശയുടെ വടിയായിരുന്നു. എന്നാൽ ഹോരേബിന്റെ പർവ്വതത്തിൽ വെച്ച് ഒരു ഹാൻഡ് ഓവർ നടന്നു, ഒരു കൈമാറ്റം നടന്നു. അവൻ മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി രൂപാന്തരപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വടിയായി രൂപാന്തരപ്പെടാൻ അതിനൊരു പ്രോസസ് ഉണ്ടായിരുന്നു, അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്തുകൊണ്ട് മാനുഷികമായ മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി മാറി? അതിനൊരു കാരണമെന്ന് പറയുന്നത് അവൻ മോശയുടെ മേൽ ഒരു വിളി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ ദൂത പറയാ, ദൈവിക വിളിയുള്ള നീതിക നിയോഗമുള്ള ചിലത് ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, എനിക്ക് ചിലരെ നോക്കി വ്യക്തിപരമായി ചില അരുളപ്പാടുകൾ അറിയിക്കാനുണ്ട്. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, അതെ, ദൈവിക നിയോഗമുള്ള ചിലത് ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി പോകുന്നത് വെറും കൈയോടെയാകത്തില്ല, വെറുതെ പോവുകയില്ല, വന്നതുപോലെ നീ പോവത്തില്ല. മോശ ഹോരേബിന്റെ പർവ്വതം കയറുന്നത് വരെ ഒരു സാധാരണ മനുഷ്യനായാണ് മോശ കയറിയതെങ്കിൽ ഇറങ്ങിയത് ഒരു അസാധാരണമായ ഒരു മനുഷ്യനായാണ് ദൈവം ഇറക്കി വിട്ടത്. ഇന്ന് രാത്രി ആത്മ പറയുന്നു, നീ കയറി വന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണെങ്കിൽ ഇന്ന് രാത്രി ഈ 12ാമത്തെ രാത്രി നീ തിരിച്ചു പോകുന്നത് ഒരു അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് തിരിച്ചു പോകും. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തിനാമേ പറ. Ribana sandal kadagadana dalana halkana ragasi kalagagadana aduna rabal kadagadana annibasha pravicha illa dayumakala ee message nedakka annibasha parnondirikkanam ketto innu ratriyil antarisha mandalathil oru yuddham nadakkan pogiya antarisha mandalathil oru yuddham nadakkiya ava irutinte shaktikalo velichathinte shaktiyum thammil oru yuddham nadakkiyanu yesuvinte naamathil deiva sabaikkedirayi deivika kudumbangalkedirayi deiva makkalkedirayi
അവിടെ അവകാശത്തിനെതിരായി, അവിടെ അധികാരങ്ങൾക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടുകയോ. ദൈവദാസനെ, ഈ ആലയത്തിന് ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ആത്മാവിന്റെ തീ പിടിക്കുന്നത് ആത്മാവിനെ കാണിക്കുക. ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ആത്മാവിന്റെ തീ പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. എനിക്കറിയാം ഈ ആലയത്തിന്റെ അകത്ത് കാലുകുത്തുന്നവനെ ഒരു നിയോഗം വെളിപ്പെടാൻ പോകുക. ആത്മാവിന്റെ നിയോഗം വെളിപ്പെടാൻ പോകുക. നിങ്ങൾക്ക് ആരാധിക്കണമോ, നൃത്തം ചെയ്യണമോ, തുള്ളി ചാടണമോ, കരമടിക്കണമോ, അന്യഭാഷ പറയണമോ, എങ്ങനെ ആരാധിക്കാനോ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ പിടിച്ചു വെക്കാൻ ഒരു വ്യക്തിയും ഇവിടെ ഇല്ല. സ്തുതിക്കേണ്ടവർ സ്തുതിച്ചു തുടങ്ങുക, ആരാധിക്കേണ്ടവർ ആരാധിച്ചു തുടങ്ങുക, നൃത്തം ചെയ്യേണ്ടവർ ആത്മാവിൽ നൃത്തം ചെയ്തു തുടങ്ങുക. ഈ രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഹോരേബിന്റെ പർവ്വതത്തിൽ കയറിയതുപോലെ നീ തിരിച്ചിറങ്ങി പോവയില്ല. അസാധാരണ ദൈവമഹത്വം ഇവിടെ ഇരിക്കുന്ന തലമുറകളുടെ മേൽ എന്റെ ദൈവം പകരാൻ പോകുക. എനിക്കറിയാം ഇന്ന് രാത്രി ദൈവജനം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഇത് വെറും വാക്കല്ല, ഇത് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാണ്. അവൻ വിശ്വസിക്കുന്നവരാമൻ പറ. ഏവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, ഇല്ല നിന്റെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒരു വലിയ ദൈവിക വാതിലുകൾ ദൈവം തുറക്കുകയോ. അഭിഷിക്തന്മാരെ, പരിശുദ്ധാത്മാവനോട് പറയുന്നു, അവൻ സഫലവും വിശാലമായ ഒരു വാതിൽ അവൻ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ആമേൻ പറയാൻ എത്ര പേർ റെഡിയുണ്ട്? സഫലവോ വിശാലമായ ഒരു വാതില്, അതൊരു ചെറിയ വാതിലല്ല, ഒരു സഫലവോ വിശാലമായ ഒരു വാതില് എനിക്ക് വേണ്ടി എന്റെ ദൈവം തുറന്നിരിക്കുന്നു. റീബാന സന്ധരാധലാന അൽക്കനാഥന റബസേ കലേദേ ഉടൽ കരക ജഗൽ കരകദനാഥന. അഭിഷിക്തന്മാരെ, ഞാൻ സ്തോത്രം ഇന്ന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി, ഒരു പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ ആദ്യമേ ഒന്ന് ചെന്നിട്ട് എഫെസോസ് പട്ടണത്തിൽ നിന്ന് ആ പൗലോസ് തിരിച്ചുപോയി, അവിടെ ഇറങ്ങാതെ തിരിച്ചുപോയി. പിന്നെ ആ പട്ടണത്തിൽ കർത്താവിന്റെ വേല ചെയ്ത അഖില്ലാവും പിസ്കില്ലയുമുണ്ട്. എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അർത്തമിസ് ദേവിയുണ്ട്, ഒരു ഡയാന രാജകുമാരിയുണ്ട്. അവിടെ മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ടായിരുന്നു. എഫെസോസ് പട്ടണത്തിലേക്ക് ആ ദൈവദാസൻ കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവിടെ വേല ചെയ്തിരുന്ന അഖില്ലാവും പിസ്കില്ലയോ ദൈവസഭയെ വചനത്തിലൂടെ ആത്മാവിന്റെ ശക്തിയോടെ അവർ കെട്ടിപ്പടുത്തുകൊണ്ടുവന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ദൈവദാസന്മാരോട് ഒരു ദൂത് പറയുകയാണ് കേട്ടോ. അവൻ രണ്ടാഴ്ചയോ 3 ആഴ്ചയോ മാത്രം കേവലം എഫെസോസ് പട്ടണത്തിൽ തങ്ങാൻ ഒറ്റ ആഗ്രഹത്തോടെയാ പൗലോസ് എന്നത്. കേവലം 2 ആഴ്ച അല്ലെങ്കിൽ 3 മാസം, ഇതിൽ കൂടുതൽ എഫെസോസ് പട്ടണത്തിൽ നിൽക്കരുത് എന്ന് പറഞ്ഞാണ്, എന്ന് ചിന്തിച്ചാണ്. അതങ്ങനെയാ പറയുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ വരെ അവിടെ പാർക്കണമെന്ന് പറഞ്ഞ പൗലോസ് ചെല്ലുന്നത്. പക്ഷേ ആ പട്ടണത്തിൽ ചെന്ന് കാലുകുത്തിയപ്പോ 12 പേരെ കണ്ടു. കണ്ടിട്ട് പൗലോസ് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? പരിശുദ്ധാത്മാവ് ചോദിച്ചത് നിങ്ങൾക്ക് എത്ര നിലയുള്ള വീടുണ്ട് എന്നല്ല ചോദിച്ചത്, എത്ര കാറുണ്ട് എന്നല്ല ചോദിച്ചത്, എത്ര ഏക്കർ സ്ഥലമുണ്ടെന്നല്ല ചോദിച്ചത്. പൗലോസ് ചോദിക്കുന്നു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ചോദിക്കുന്നു, ഈ ആലയത്തിനകത്തിരിക്കുന്ന എത്ര പേരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരാധിച്ച പോരാ, ഇങ്ങനെ സ്തുതിച്ച പോരാ, ഇങ്ങനെ കൈയടിച്ച പോരാ. പരിശുദ്ധാത്മാവുള്ളവൻ ആത്മാ നിറവിൽ ഇന്ന് രാത്രി സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, നൃത്തം ചെയ്ത് ആരാധിക്കട്ടെ. പോരാ. അടുത്തിരിക്കുന്ന ആളെ നോക്കല്ലേ, നിന്റെ രാത്രിയാ. പിടിച്ചോ, ആത്മാവി പിടിച്ചു കയറോ, ആത്മാവി കത്തിക്കയറോ, ആത്മാവി സ്വീകരിക്ക.
യെസ് 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 യെസ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ അവൻ ആത്മാവിന്റെ തീ ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ആത്മാവിന്റെ തീ വെളിപ്പെടുകയാ. ഞാൻ രാവിലെ പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളെ നോക്കണ്ട, നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കണമോ അതുപോലെ ആരാധിക്ക. ആരും നിങ്ങളെ തടുക്കയില്ല. ആത്മ സാന്നിധ്യത്തിനകത്തേക്ക് കയറി നിന്ന് ആരാധിക്ക. Rikana sekele redenere ribala paushandala rabasa udabalagadagana ribalagadagana udabalagadagachala digalakadagachala adagam chalagadachi അന്യഭാഷ പ്രാപിച്ച എത്ര പേരുണ്ട്? അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അന്യഭാഷ മാറാൻ പോകുക. അന്യഭാഷ മാറാൻ പോകുക. അന്യഭാഷകൾ നിങ്ങളുടെ നാവിൽ വെളിപ്പെടാൻ പോകുക. യെസ് യെസ്. കരമടിക്കണമെങ്കിൽ ശരിക്ക് കൈയടിക്കുക. കൈയടിക്കണമെങ്കിൽ ശരിക്ക് കൈയടിക്കുക. കരമടിച്ച് അന്യഭാഷ പറയുന്നവർ ശരിക്ക് കരമടിച്ച് അന്യഭാഷ പറ. ഓ ദൈവത്തെ യവനക്കാരുടെ മേൽ ആത്മാവിന്റെ തീ പിടിക്കുക. പറ്റുമെങ്കിൽ ദൈവദാസന്മാരെ പ്ലീസ് ഇറങ്ങി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ? അഭിഷിക്തന്മാർ ഇറങ്ങി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ കൃപ വെളിപ്പെടുക. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുക. ഇവിടെ ഇരിക്കുന്ന യവനക്കാരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നു. ആ യവനക്കാരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. മാതാപിതാക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്നു. എനിക്കറിയാം. പിശാച് ഇന്ന് രാത്രി ആയുധം താഴെയിടുന്ന രാത്രിയാ. ആയുധം താഴെയിടുന്ന രാത്രിയാ. ദൈവജന ഇന്ന് രാത്രി അധികാരം ഏറ്റെടുക്കുന്ന രാത്രിയാ. ആയുധം ഏറ്റെടുക്കുന്ന രാത്രിയാ. ഈ 12ാമത്തെ രാത്രി ദൈവമഹത്വം വെളിപ്പെടുകയോ. Yes. Wow. ഉടബാനികതകരകജാനം തലബൗഡബരം തലബൗഡബല രികതകരകടകതികലകരകജാൻ ഉടബനം തലബം ചാരം തലബൗഡബല ഉടബബരം തലബൗഡബലം തോരിക്കലബ രികതകരാചകടാ തലരം തലബൗഡബല രികദൽ കൗഡബലം സേനം തോരിബാന അൽകാ രികദാ രികദാ രികജാ രിബല ഉടബാ രിബല രികദാ രികജാ രികദ. യെസ് യെസ്. ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ദൈവമഹത്വം ചലിക്കുന്നു. Yes, 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 yes. Jesus. അഭിഷേകത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. Oh,
പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഈ ദൈവസഭ അടുത്ത നിലവാരത്തിലേക്ക്, ഈ ദൈവസഭ അടുത്ത നിലവാരത്തിലേക്ക് കയറി വരട്ടെ, കയറി വരട്ടെ. ഇവിടുത്തെ കുടുംബങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് കയറി വരട്ടെ. വൈശ്വാസിക കെട്ടുകൾ അഴിയട്ടെ, മന്ത്രവാദങ്ങൾ അഴിയട്ടെ, ആഭിചാരങ്ങൾ അഴിയട്ടെ. ദേശത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ബന്ധിക്കപ്പെടട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ നിന്നോട്ടെ. ആമേൻ. അതിശക്തമായി കർത്താവിനോട് അവൻ ഈ മെസ്സേജിനിടയ്ക്ക് പെട്ടെന്ന് ആ ദൂത് കയറിയത് കൊണ്ട് ദൈവമക്കളെ ഞാനൊന്ന് നിങ്ങളൊന്ന് ബോധവൽക്കരിച്ചിട്ട് ഞാൻ വേഗത്തിൽ പോകാൻ കേട്ടോ. അവൻ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്താണ് നമ്മൾ ആ വാക്യം വായിക്കുന്നത്. അവൻ അവിടെ ഇങ്ങനെയാണ് അവർ പറയുന്നത്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. 12 പേര് പറഞ്ഞു, കള്ളം പറഞ്ഞില്ല ദൈവദാസനെ. നമ്മളോടാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളൊന്ന് ചവിട്ടി, നിലത്തി ചവിട്ടി 2 അന്യഭാഷ പറഞ്ഞ് ഒന്ന് കളിപ്പിച്ച് പറയുമായിരുന്നു. കുക്ക് സാഹിബ് വന്നപ്പോൾ ഞങ്ങൾ പ്രാപിച്ചതാ. കെ എബ്രഹാം സാറിന്റെ സ്ഥാനത്ത് ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് ഞങ്ങളുടെ വലിയ അഭിഷേകം ഉണ്ടായിരുന്നു, ഞങ്ങൾ അന്യഭാഷ പറയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞേനെ. പക്ഷേ എഫെസോസിൽ കണ്ട 12 പേരുടെ മുഖത്ത് നോക്കി പൗലോസ് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞാൻ കൈകൂപ്പിക്കൊണ്ടൊരു കാര്യം പറയുക, പണമുള്ളവനെ കൊണ്ടല്ല സഭ പണിയുന്നത്, ആസ്തിയുള്ളവനെ കൊണ്ടല്ല സഭ പണിയിപ്പിക്കുന്നത്. അവൻ പിന്നെയോ കഴിവും വിദ്യാഭ്യാസം അതെല്ലാം ആവശ്യമാകട്ടോ. പക്ഷേ അതല്ല ദൈവസഭ പണിയാൻ വേണ്ടത്. ദൈവസഭ പണിയാൻ വേണ്ടത് പരിശുദ്ധാത്മ നിറവുള്ള ചിലതിനെ കൊണ്ടാണ് ദൈവസഭ പണിയിപ്പിക്കുന്നത്. എൻ്റെ മൂത്തമോനാണ് ഈ കീബോർഡ് വായിക്കുന്നത്. എൻ്റെ കൂടെ ഇവിടെ നിന്ന് എൻ്റെ 2ാമത്തെ മോൻ, എനിക്ക് 2 മക്കളേ ഉള്ളൂ. അവർ 2 പേര് ആൺമക്കളാണ്. മൂത്തമ്മൻ്റെ പേര് ലെസ്റ്റർ ലെബനാർഡ്, 2ാമത്തെ ആൾ ലെസ്ലി ലെബനാർഡ്. എൻ്റെ അപ്പച്ചനൊരിക്കൽ ചോദിച്ചു, എന്തിനാണോ വായിക്കൊള്ളാത്ത പേരിട്ടത്? ഞാൻ പറയുന്നത്, അവർ ലോകം മുഴുവൻ പോയി അല്ല, എൻ്റെ വീടിന് മുറ്റത്ത് വന്ന് പ്രസംഗിച്ചാലും ആ പേരിനകത്തുണ്ടാകണം ഒരു അഭിഷേകം. ആമേ. എൻ്റെ അപ്പൻ്റെ പേര് മത്തായി എന്ന, എൻ്റെ അപ്പൻ്റെ പേര് സൈവർ എന്ന, വേണമെങ്കിൽ എനിക്ക് ഇടാമായിരുന്നു അങ്ങനെ പേര്. പക്ഷേ ആത്മാവിൽ ചിലത് കണ്ടോ. ഞാൻ നിങ്ങളുടെ പ്രവചന ദൂത് പറയട്ടെ, അവൻ ശ്രദ്ധിച്ചിട്ട് ആമേൻ പറഞ്ഞാൽ മതി. ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറയുമ്പോൾ, ഭൂമി മുഴുവൻ പാപത്തിൻ്റെ ശാപത്തിൽ നിറയുമ്പോൾ, ലാമേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആമ തനിക്ക് കുട്ടിയെ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഇവൻ നമുക്ക് ഒരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടോ. ദൂത് മനസ്സിലായോ?
ആമേ ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഭൂമി മുഴുവൻ ശാപമായി കൊണ്ടിരിക്കുമ്പോൾ, ഭൂമി മുഴുവൻ പാപമായി കൊണ്ടിരിക്കുമ്പോൾ അവന് ലഭിച്ച തലമുറയെ നോക്കി അവൻ ലാമേക്ക് പ്രവചിച്ചു പറഞ്ഞു, ഇവനൊരു ആശ്വാസമായിരിക്കുക. എത്ര പേര് നിങ്ങളുടെ തലമുറയെ നോക്കി ഇന്ന് രാത്രി പ്രവചിച്ചു പറയുക, അവൻ ശക്തനായിരിക്കുക, അവൻ ശക്തനായിരിക്കുക. ആത്മനിറവിൽ ഇവിടേക്കുന്ന അഭിഷിക്തന്മാരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ പാപം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ അതിശക്തന്മാരായിരിക്കുക. ആമേൻ, അതിശക്തന്മാരായിരിക്കുക. പോരാ 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 പോരാ. ദൂരെ പറയുമ്പോൾ അതുകൊണ്ട് പ്രതികരിക്കുന്ന എത്ര പേരുണ്ട്? ദൈവദാസന്മാരെ, നിങ്ങളുടെ മേൽ അതിശക്തമായ ഒരു നിയോഗത്തിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ എന്താ ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. ഓ ശബനരബസ. പിതാവേ, മാതാവേ, എല്ലാവരും പറയുന്ന പോലെ നീ പറയല്ലേ, എൻ്റെ ഉള്ളം കത്തിച്ച ദൂത കേട്ടോ, എൻ്റെ ഉള്ളം കത്തിച്ച ദൂത. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാനാ സൂക്ഷിക്കുന്നേ. ആമേൻ. മുക്കുവനായി നടന്ന, മീൻ പിടിക്കാൻ നടന്ന, കടലിലും പുഴയിലും മീൻ പിടിക്കാൻ നടന്ന, 9ാമത്തെ വയസ്സ് മുതൽ ഒരു കയ്യിൽ പങ്കായവും മറ്റേ കയ്യിൽ വലയും കൊണ്ട് മീൻ പിടിക്കാൻ നടന്ന പച്ച മുക്കുവനായ എൻ്റെ അകത്ത് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഒരാഗ്രഹമുണ്ടായി, എൻ്റെ മക്കൾ എൻ്റെ ദൈവത്തെ സേവിക്കുന്നവരാകണം. ആമേൻ, ആമേൻ. രക്ഷിക്കപ്പെട്ട് ശുശ്രൂഷക്കിറങ്ങി. പക്ഷേ ആദ്യം കിട്ടിയത് 1000 രൂപ. ഒരാൾ സ്തോത്ര കാഴ്ച തന്നു. ആ സ്തോത്ര കാഴ്ച 1000 രൂപ ഞാൻ കൂട്ടിവെച്ചു. പട്ടിണിയാ കേട്ടോ, പട്ടിണിയാ. ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞു, കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരിത്തിരി പഞ്ചസാര കയ്യിലോട്ടിടും. മോനോടാ പറഞ്ഞല്ലേ, കയ്യിലോട്ട് ഇട്ടിട്ട് ആ പഞ്ചസാര ചായക്കകത്ത് ഇടത്തില്ല. കാരണം ഇട്ട് കലക്കിയ മധുരം ഉണ്ടാവത്തില്ല. അത്രയേ ഉള്ളൂ പഞ്ചസാര. കയ്യിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ നാക്ക് കൊണ്ട് നക്കിയിട്ട് ആമേ കട്ടൻ ചായ കുടിച്ച് തീർക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ 1000 രൂപ കിട്ടി. അത് ഞാൻ ചെലവാക്കാതെ കൂട്ടിവെച്ചിട്ട് ഓടിച്ചെന്ന് ഒരു കിറ്റാർ വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആമെന്നെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞ്, ദൈവം എനിക്ക് തലമുറയെ തരും, ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തരും, അവർ വർഷിപ്പ് ലീഡേഴ്സായി മാറും, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാകും. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അന്ന് ചെയ്ത വിശ്വാസമാണ്. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറ ഒന്നോ നശിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനോട് പ്രതികരിക്കുന്ന ചാടി എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രതികരിച്ചു ദൂത പറ, നിന്റെ തലമുറ നശിക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ആരാ പറഞ്ഞ് നിന്റെ തലമുറ നശിക്കുമെന്ന്? ആരാ പറഞ്ഞത് നിന്റെ തലമുറ മയക്കുമരുന്നിന് അടിമയാകുമെന്ന്? ആരാ പറഞ്ഞത് നിന്റെ തലമുറ MDMA അവൻ അടിമയാകുമെന്ന്? വിശ്വാസത്തോടെ പറ, എന്റെ തലമുറ ആശ്വസിപ്പിക്കുന്ന തലമുറയാകും. എന്റെ തലമുറ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുന്ന തലമുറയാകും. എന്റെ തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന യോദ്ധാക്കന്മാരായി മാറും. ഞാൻ ആത്മാവിലൊന്ന് പ്രവചിച്ചൊരു ദൂത പറഞ്ഞോട്ടെ. ആമ സ്വീകരിക്കുന്നവർ കരമുയർത്തിയാൽ മതി. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അവർ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അവർ യേശുവിനാൽ അഭിഷിക്തന്മാരായി മാറും. ഞാൻ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കാലമടിച്ച് ഒരിക്കൽ കൂടി ആമേൻ പറ. എനിക്കറിയത്തില്ല അഭിഷിക്തനെ, എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. അതുകൊണ്ട് ആത്മാവ് ഞാൻ പ്രവചിക്കുന്നത് ഇതിനകത്തൊന്ന് ഇല്ല. ഇന്ന് രാത്രി ഇതിനകത്ത് എനിക്കറിയാം ചിലരെ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. പക്ഷെ ദൂതിലേക്ക് പോയാൽ സമയം പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായി ദൂത് പറയുന്നില്ല. ആ പോസ്റ്റിന്റെ നടുവിൽ, ആ ഫില്ലറിന്റെ നടുവിൽ ഇരിക്കുന്ന മോനെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ മോനെ. യെസ്, നീ തന്നെ എഴുന്നേറ്റ് നിന്നോ. ഇന്ന് രാത്രി നിന്റെ സീരിയസിൽ ഒരഭിഷേക തൈലം വീഴാൻ പോകുക. യെസ്, ആത്മാവനോട് പറയുന്നു, ആത്മാവനോട് പറയുന്നു, അവന് വേണ്ടി കൈവച്ച് ഈ രാത്രി ചിലതിനെ പുറത്തു കൊണ്ടുവരിക. അതിശക്തമായി ദൈവം വെളിയിൽ കൊണ്ടുവരിക. യെസ് യെസ്. Hallelujah.
ആമേൻ. കാരണം ഉയർച്ച നല്ല ആമേൻ പറ. ഈ മോന്റെ പേരെന്നാ? ഗൗരവ്. മോനെ കർത്താവ് ഒന്ന് വന്നേ. ഞാൻ രാവിലെ കൈവച്ച് മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവനോട് ഇവൻ്റെ ആമേൻ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, ഇവൻ്റെ ശരീരത്തിൻ്റെ നേർസുകളെ ഞരമ്പുകളുടെ മേൽ ദൈവത്തിൻ്റെ ബലം ഇന്ന് രാത്രി കൽപ്പിക്കും. അസാധ്യമെന്ന് പറഞ്ഞ് പിശാച് എഴുതി മാറ്റിയിട്ടതിനെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്താൽ ദൈവം ഇന്ന് രാത്രി തൊടാൻ പോകുക. എന്നോട് പരിശുദ്ധൻ പറയുന്നു, എവിടെ പിശാച് സ്റ്റോപ്പ് ചെയ്തോ അവിടെ ഇന്ന് രാത്രി ഒരാരംഭം കുറിക്കാൻ പോകുക. ഒരാരംഭം കുറിക്കാൻ പോകുക. ദൈവസഭ ഏറ്റെടുത്ത് ആമേൻ പറ. ഈ രാത്രി ആത്മാവനോട് പറയുന്നു, ചിലതിൻ്റെ ചില എഴുത്തുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മായ്ച്ചു കളയുക. കർത്താവിനോട് പറയുന്നു, ഇവനൊരു അത്ഭുതമായിരിക്കും. ഒരുപാട് നാളായി നിങ്ങൾ കരയുന്നത്, ഒരുപാട് നാളുകളായി നിങ്ങൾ നെടുവീർപ്പിടുന്നത്, അവൻ ജനത്തിന്റെ ചോദ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ തലകുടിച്ചു നിൽക്കുക. പലരും ചോദിക്കുന്നു, ഇവൻ എന്ത് ഭവിക്കോ, ഇവൻ എന്ത് ഭവിക്കോ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവൻ മോശക്കുഞ്ഞിനെ നോക്കി ചിലർ ചോദിച്ചു, ഇവൻ എന്ത് ഭവിക്കോ. എന്നാൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇവനൊരു ശുശ്രൂഷകനായി, ഈ സഭയുടെ ഒരു ശുശ്രൂഷകനായി ദൈവനെ മാറ്റുമെന്ന് ആത്മാവ് ദൂത പറയുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറ. ഞാൻ ഇന്ന് രാവിലെ ആമൻ വളരെ ശാന്തമായി നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. എനിക്ക് ആമൻ ആവശ്യമായിരുന്നു രാവിലെ ആ മെസ്സേജ് നിങ്ങളുടെ നടുവിൽ പ്രസംഗിച്ച് തീർക്കണമെന്നുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ വന്ന് കയറിയ നിമിഷം മുതൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ഇതെപ്പോഴൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ അന്നൊക്കെ അസാധാരണ വിടുതൽ എന്റെ ദൈവ കുടുംബങ്ങളുടെ മേൽ ചെയ്തിട്ടുണ്ട്. ദേവദാസന്മാരെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. നമ്മുടെ വടി അവിടെ കിടപ്പുണ്ട്, വടി എടുക്കാം. എഫെസോസ് പട്ടണത്തിൽ മിഷണറി യാത്രയുടെ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് അവിടെ കയറി ചെന്നപ്പോൾ കണ്ട എന്നാന്നറിയാമോ? കണ്ടത് 865 അടി നീളം, 460 അടി വീതി, 230 അടി ഉയരമുള്ള ഒരു ക്ഷേത്രം അവിടെയുണ്ട്. ഒരു ക്ഷേത്രം പറഞ്ഞു മനസ്സിലായില്ലല്ലേ? ചെറിയ ക്ഷേത്രമല്ല, വലിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനകത്ത് വസിക്കുന്ന, ഭരിക്കുന്ന, അവൻ വാഴുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. തല ഒരു സ്ത്രീയുടെ രൂപം, ശരീരം മുഴുവൻ ഒരു മത്സ്യ കന്യകയെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ രൂപം. ഇതിന്റെ പേരാണ് അർട്ടിമസ് ദേവി. അവള് ആമൻ ഒരു സ്ഥലം മാത്രമല്ല, ഏഷ്യ രാജ്യം മുഴുവൻ അവൾ കൈഭരിച്ചിരിക്കുക. ഏഷ്യ മുഴുവൻ അവിടെ അധീനതയില്ല. പക്ഷേ അഭിഷിക്തൻ ആത്മാവിൽ കാലുകുത്തി ഇന്ന് രാത്രി എന്നോട് ആത്മാവ് ഇടപെടുന്നു. ചില ശക്തികൾ ഈ പട്ടണത്തിന്റെ നടുവിൽ നിന്ന്, ഈ ആരാധനയുടെ നടുവിൽ നിന്ന് എന്റെ ദൈവം എന്നേക്കുമായി തുടച്ചു മാറ്റുമെന്ന് ദൂത പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ ആമേൻ പറ. എനിക്കൊരു നിയോഗം ആത്മാവ് തരുമെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവന് എഫേസ്യ ലേഖനം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം ഞാൻ നിങ്ങളുടെ നടുവിൽ സമസ്തം പ്രസംഗിച്ചിരിക്കും. പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ദൂത അതല്ലാത്തതുകൊണ്ട് കയറി വരുന്നു. ആ അർട്ടിമസ് ദേവി ആ പട്ടണത്തിലുള്ളപ്പോൾ പൗലോസ് കണ്ടത് ഭൂരിപക്ഷത്തെ അല്ല, ഒരു ന്യൂനപക്ഷമായ ഒരു 12 പേർ. മോനെ, ഒരു സഭാ ശുശ്രൂഷ എന്ന നിലയിൽ 30 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്ത് അല്പസ്വല്പം വിജയിപ്പിച്ചു എന്നുള്ളൊരു ബോധ്യമകത്തുള്ളത് കൊണ്ടും ശുശ്രൂഷയിൽ നിന്നും ചില ദൈവപുത്രന്മാരെ ദൈവം എനിക്ക് തന്നതിൻ്റെ വെളിച്ചത്തിലും ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. ഒരു ദേശം പിടിക്കണമോ അതിനാവശ്യം ആത്മാവിൻ്റെ ശക്തിയാ.
ഓ റിബാനാബസന്തന. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മ നിറവുള്ള 2 എണ്ണം ഈ സഭക്കകത്തുണ്ടെങ്കിൽ അഭിഷിക്തനെ ഇവിടെ ഒരു ഉണർവ് സംഭവിച്ചിരിക്കും. ജീസസ്. ഫേസ്ബുക്കും യൂട്യൂബും അവൻ ദൈവദാസന്മാർക്കെതിരെ കമന്റ് വിട്ടോ അവിടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവനെ കൊണ്ടല്ല ദൈവസഭ വളരുന്നത്. ദൈവസഭ വളരുന്നത് ആത്മാവിന്റെ നിറവുള്ള, ആത്മാവിന്റെ ശക്തിയുള്ള ചിലതിനെ കൊണ്ടത്രേ. ആമേൻ, ആമേൻ. എഫെസോസിൽ എത്ര പേരെ കണ്ടു? പറ, ഉറക്കെ പറ മക്കളെ. 12 പേര്. ഇനി അടുത്ത് കേൾക്കണേ, അവർ 12 പേര് ആരാന്നറിയോ? യോഹന്നാന്റെ ശിഷ്യന്മാർ. അവരാരാ? യോഹന്നാന്റെ ശിഷ്യന്മാരായ 12 പേർ. പൗലോസ് അവിടെ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവർ പറഞ്ഞു, ഇത് ഉണ്ടെന്ന് പോലും ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. എന്നാ പിടിച്ചോ, കൈവച്ചു അവൻ ആത്മാവിനെ നിറഞ്ഞു. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ആത്മനിറവുള്ളവൻ കൈവച്ചാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുക. ആത്മനിറവ് പ്രാപിച്ചവൻ കൈവച്ചാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി ആരും കൈവെക്കാതെ തന്നെ ഈ നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവിന്റെ കൃപയുടെ വ്യാപാരം ദൈവം പകരാൻ പോകുകയോ. പരിശുദ്ധാത്മാവ്, ദൈവദാസനെ, ഒരു ദൂതനോട് പറയുന്നു, പരിശുദ്ധാത്മാവ് 2023 കഴിഞ്ഞ് 2024 2025 പരിശുദ്ധാത്മാവ് അഭിഷിക്തനെ അറസ്റ്റ് ചെയ്യും. എനിക്കറിയത്തില്ല, അങ്ങനെ പറയാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് അറസ്റ്റ് ചെയ്യും. എന്താ കാര്യമെന്നറിയാമോ? അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, പട്ടണം വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് അറസ്റ്റ് ചെയ്ത് ഈ പട്ടണത്തിന്റെ നടുവിൽ 1000 10,000 കൂടുന്ന ഒരു ദൈവസഭയാക്കി ദൈവം ഇതിനെ വർദ്ധിപ്പിക്കാൻ പോകുക. ഇത് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വിശ്വസിക്കുന്നവർ കാലമടിച്ച് ആരാധിച്ചോ. അവൻ, ഞാനൊരു ദൂത് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. ഭാര്യപരി യോനാചായ മരിച്ചുപോയി. ബെന്നിഹിൻ ആമൻ ഇന്ന് വേറെ രാജ്യത്തായിരിക്കുന്നു. റെയ്നാഡ് ഫങ്ക് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ബില്ലി ഗ്രഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ അവരെയെല്ലാം അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് ഇന്നും മരിച്ചിട്ടില്ല. ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വാസമുള്ളവൻ പിടിച്ചോ. ആ നിയോഗം നിന്റെ മേൽ വീഴാൻ പോകുക. ആ അഭിഷേകം നിന്റെ മേൽ വീഴാൻ പോകുക. എനിക്കറിയാം. ആരും നോക്കല്ലേ, പിടിച്ചോ. നല്ലൊരു ഹല്ലേലൂയ പറ. അനേകരെ ഇനി പറയുന്നൊരു ആത്മീയ ദൂത കേട്ടോ. ഇഷ്ടമുണ്ടായിട്ട് എടുത്താൽ മതി. അനേകരെ ദാഹം തീർക്കാൻ കുടവും കൊണ്ട് സുഗാറ് പട്ടണത്തിൽ ചെല്ലുമ്പോൾ, സുഗാറ് പട്ടണത്തിൽ ആമന കിണറിന്റെ പക്കത്ത് ആമൻ ലോകത്തിന്റെ ഉറവയിരിക്കുക. ദൂത മനസ്സിലായില്ല. ഒരു സ്ത്രീ ദാഹം തീർക്കാൻ കുടവും കൊണ്ട് നടക്കുമ്പോൾ ഇത് കിണർ എവിടെ ഇരിക്കുന്നു? കിണറിന്റെ പക്കത്തിരിക്കുക. ഉറവ് ആ കിണറിന്റെ പക്കത്തിരിക്കുക. ആത്മാവ്, ഞാൻ ദൂത പറയുന്നു, ഇതിനകത്ത് ഒരു ഉറവ ദൈവം പൊട്ടി തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഉറവ ദൈവം തുറന്നിട്ടുണ്ട്. കുടിക്കേണ്ടവർ കുടിച്ചോ, പിടിക്കേണ്ടവർ പിടിച്ചോ, കുടിച്ച് ദാഹം തീർക്കേണ്ടവർ ദാഹം തീർത്തോ. ശബനരഗതനി റീബൽ ഘടകക്ഷലാദിനാരകസിക്കലാന കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ ഞങ്ങളുടെ കൊച്ചു സാക്ഷ്യങ്ങൾ ആമൻ കർത്താവിൻ്റെ ദാസന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയമായിരുന്നു ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ.
ഞങ്ങൾക്കൊക്കെ മുട്ടുകാല് വിറക്കുമായിരുന്നു ഈ ദൈവദാസൻ. ഞാൻ രാവിലെ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞേ. നമ്മളെ പഠിപ്പിച്ച പ്രൊഫസർ മുൻപിൽ ഇരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ആ അനുഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദാസനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു ഞങ്ങൾ. ഓടിച്ചിട്ട്, തനിക്കറിയാം, ഓടിച്ചിട്ട് പിടിച്ച് കൈവെപ്പിച്ച് ഒന്ന് തലേ കൈവെച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്കറിയായിരുന്നു ഒരുവന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുമ്പോൾ ആ അഭിഷേകമുള്ളവൻ കൈവെച്ചാൽ ഒരു നിയോഗം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഈ നിങ്ങളുടെ ദൈവദാസന്റെ മീറ്റിങ്ങുകൾ ഉള്ള സ്ഥലം നോക്കി അവിടെ ഞങ്ങൾ ചർച്ചിലെ ദൈവമക്കളെല്ലാം കൂടി ബൈക്ക് എടുത്ത് കിലോമീറ്ററുകൾ പോയി അവിടെ മീറ്റിംഗ് കൂടി. എല്ലാവർക്കും ഓട്ടോക്കോൾ കൊടുക്കുമ്പോൾ എല്ലാവരും ഇടിച്ചു മാറ്റി ഏറ്റവും മുമ്പിൽ ചെന്ന് തല നീട്ടിപ്പിടിക്കുമായിരുന്നു. ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു സഹോദരൻ പറഞ്ഞേ. പക്ഷെ അന്നെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ അയച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ദൈവദാസോട് പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ഒരു വലിയ കോൺഫറൻസ് നടക്കുകയായിരുന്നു. കോൺഫറൻസ്, ഒരു മലയാളി കോൺഫറൻസ്. അവരൊക്കെ ലൈവിൽ കാണുമായിരിക്കും. ആമേൻ. മലയാള ചരിത്രത്തിലെ ദൈവദാസന്മാർക്ക് ആർക്കും ലഭിക്കാത്ത മറ്റൊരു അനുഗ്രഹം ദൈവം കൃപയാൽ എനിക്ക് തന്നു. ഓസ്ട്രേലിയയുടെ 4 സംസ്ഥാനങ്ങളിൽ 4 ക്രൂസൈഡുകൾ അവർ കണ്ടക്ട് ചെയ്തു. ചിലയിടത്ത് ഒരു സ്ഥലത്ത് ഒരാളെയാണ് ക്രൂസൈഡിന് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തയാളെ വിളിക്കും. അവർ പറഞ്ഞു, ഇല്ല, 4 സംസ്ഥാനങ്ങളിലും നീ തന്നെ പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വിശ്വാസമുണ്ടോ എന്നെ 4 സ്ഥലത്ത് പ്രസംഗിപ്പിക്കാൻ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നിന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ മതി. എഴുത്തറിയാത്ത, വായനയറിയാത്ത, ഇംഗ്ലീഷിന്റെ 2 അക്ഷരം പോലും കൂട്ടി പറയാൻ അറിയാത്ത ഞാൻ ആ ഓസ്ട്രേലിയയിൽ കോൺഫറൻസിന് പ്രസംഗിച്ചു. ഓസ്ട്രേലിയയുടെ ക്രിസ്ത്യൻ സംഘടനയുടെ ഒരു വലിയ നേതാവ്, ഒരു സായിപ്പ് ആ മീറ്റിംഗിൽ മുമ്പിൽ വന്നിരുന്നു ഈ പ്രസംഗം കേട്ടു. പ്രസംഗിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മേൽ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവമക്കള് ആ മീറ്റിംഗ് ഒരു ചലനമാക്കി മാറ്റി. ചില സായിപ്പന്മാര് ചിലരൊക്കെ സ്നാനപ്പെടാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് 4-ാം തീയതി ഫ്ലൈറ്റ് കയറി. 5-ാം തീയതി എൻ്റെ ശിഷ്യൻ ഷാജൻ അവിടെ ഫ്ലൈറ്റിന് ഇറങ്ങി. ഒരു ഹല്ലേലൂയ പറ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുന്ന വേഗത്തൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കൽ ഒരു വണ്ടി നിറച്ച് എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനൊരു മീറ്റിംഗ് സ്ഥലത്ത് പോയി. മീറ്റിംഗ് സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ആദ്യം ആ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാർക്ക് 5 മിനിറ്റ് 2 മിനിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ആദ്യം ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ 1-ാം ക്ലാസ്സിൽ 2 മാസം പോയി ഇരുന്നു. അടുത്ത ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഇന്നത്, ഞാൻ 1-ാം ക്ലാസ്സിൽ 6-7 മാസം പോയി. അടുത്ത ആളിരുന്നു. മൂന്നാമത് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ 8-ാം ക്ലാസ്സിൽ 3 വർഷം തോറ്റു, ഇരുന്നു. 4-മത് ഒരാൾ എഴുന്നേറ്റപ്പോൾ ഉപദേശം എന്നോട് ചോദിച്ചു, വിവരമുള്ളവൻ ഒരുത്തനും ഇല്ലേടേ? നിന്റെ കൂടെ വിവരമുള്ള ഒരുത്തനും ഇല്ലേടേ? എല്ലാം ഈ 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സുമാണോ? അതിലൊരുത്തന ഞാൻ ഈ പറഞ്ഞവൻ. ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറി, അവൻ അവിടെ ചെന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങി. കേവലം 28 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 36 സായിപ്പന്മാരെ അവൻ സ്നാനപ്പെടുത്തിയ തിരിച്ചിറങ്ങിയത്. ഹല്ലേലൂയ. ദൂത മനസ്സിലായോ? നമ്മളുടെ കണക്കൂട്ടലുകൾ ഇന്ന് ദൈവം പൊളിക്കാൻ പോകുക. നമ്മുടെ ചിന്താഗതികൾ ദൈവം മാറ്റാൻ പോകുക. പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കാമെങ്കിൽ ഇന്ന് രാത്രി നിയോഗങ്ങൾ മാറുകയാ, അന്തരീക്ഷങ്ങൾ മാറുകയാ. വിശ്വസിച്ചാമേ പറ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മണ്ടന്മാരായ, ഈ പൊട്ടന്മാരായ, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കുലം പറയാനില്ലാത്ത ഞങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ദൈവം നിർത്തി ഇത്രയും മാനിച്ചെങ്കിൽ ഞങ്ങളെക്കാൾ എത്രയോ അറിവിന്റെ സമ്പത്താണ് നിങ്ങൾ. ഞങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ ഉപയോഗിച്ചുകൂടാ? എന്നെ ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ചുമ്മാ ഹൈവൊക്കെ വരെ ഒന്നുകൂടി ചോദിക്കുന്നു, ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിലേ ആവശ്യമുണ്ടല്ലോ, ഉണ്ടോ? ഉണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ 1-2 കാര്യം ചെയ്യണം. ഒന്ന്, നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം. പോരാ,
ഹല്ലേലൂയ. എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം. അവൻ എന്റെ ഭാഷ പറഞ്ഞാൽ ചതഞ്ഞ് എന്ന് പറഞ്ഞ് ആഴന്ന് വീണ് കിടക്കുന്ന തുണിയെ പോലെ കിടക്കുന്നവനെയല്ല ദൈവം ഉപയോഗിക്കുന്നത്. ഉത്സാഹമുള്ളവനായി ആരാധിക്കാൻ, ഉത്സാഹമുള്ളവനായി ഓടാൻ, ഉത്സാഹമുള്ളവനായി ചെയ്യാൻ, ഉത്സാഹമുള്ളവനായി ഇരിക്കുന്നവരെയാ ദൈവം ഉപയോഗിക്കുന്നത്. ഒരു സ്വതന്ത്രം പറ, ഒരു സ്വതന്ത്രം പറ. അന്നേ 52 വയസ്സ് കഴിഞ്ഞു. 52 വയസ്സ് കഴിഞ്ഞ് 53-ാമത്തെ വയസ്സിലേക്ക് ഞങ്ങളിങ്ങനെ കയറി നിൽക്കുക. പക്ഷെ ഒരു കാര്യം എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാർക്കറിയാം, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാനർ ഒട്ടിക്കാൻ പോയാൽ, അല്ലെങ്കിൽ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയാൽ, ബാനർ വലിച്ചു കെട്ടാൻ പോയാൽ, അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചാടി എവിടെ കയറും? തെങ്ങേ കയറി കെട്ടാൻ തുടങ്ങും. എന്നാന്നറിയോ? അവർ കെട്ടാൻ താമസിച്ചാൽ ഞാൻ അടുത്ത തെങ്ങേ കയറിയിരിക്കും. അവൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ നടന്നു. രാത്രി ബാനർ ഒട്ടിക്കാൻ പോയി, ബാനർ വലിച്ചു കെട്ടാൻ പോയി. അവൻ നല്ല തെങ്ങിൻ്റെ മണ്ടേ കെട്ടണം. അവരെല്ലാം കൂടി തെങ്ങിൻ്റെ നീളം എടുക്കുക. എത്ര മീറ്റർ ഉണ്ട്, എത്ര അടിയുണ്ട്. ഒരു തെങ്ങ് നോക്കി മീറ്റർ എടുക്കുമ്പോൾ മറ്റേ തെങ്ങിൻ്റെ അണ്ടത്ത് പറഞ്ഞിടാ കല്ലിടറാ. അവൻ ചോദിടാ പാസ്റ്റർ തെങ്ങി കയറിയിടാ. നോക്കിയപ്പോൾ അവൻ അവിടെ 3-4 തെങ്ങുണ്ട്. എല്ലാ തെങ്ങിലും ഇവന്മാർ കയറി. ഹല്ലേലൂയ. ദൂത് മനസ്സിലായോ? അവൻ ഉത്സാഹം നിനക്കുണ്ടോ? ഒരഭിഷേകം നിന്റെ മേൽ വരും. ഹല്ലേലൂയ. കരമടിച്ചൊരാമേൻ പറ. ഉത്സാഹമുള്ള എത്ര പേരുണ്ടെന്ന് രാത്രി? നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഉത്സാഹമുള്ളവനായിരുന്നു. അവൻ ആലയം പണിയാൻ ഉത്സാഹമുള്ളവനായിരുന്നു. റോയൽ ജോബാണ്, അനുഗ്രഹിക്കപ്പെട്ട ജോലിയാ. രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് സാധാരണ ജോലിയല്ല. രാജാവിന്റെ കൈ നീട്ടിയാൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മഹത്വമുള്ള റോയൽ ജോബ് അവൻ നെഹമ്യാവിനുണ്ട്. പക്ഷേ തന്റെ ചെവിയിൽ ഒരു വാർത്ത, യെരൂശലേമിന്റെ മതിൽ തകർന്നു കിടക്കുന്നു, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. അവിടെ ഇരുന്ന് ഉപവസിക്കാൻ തുടങ്ങി, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാമേൻ പറ. ദേവദാസന്മാരെ, ഞാൻ ഒന്നുകൂടി പറയാം. ഉത്സാഹമുണ്ടോ? ദൈവം തന്നെ ഉപയോഗിച്ചിരിക്കും. അടുത്തിരിക്കുന്ന 3 പേരുടെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറ, ഉത്സാഹമുണ്ടോ? ദൈവം തന്നെ ഉപയോഗിക്കും. എന്ത് വേണം? പറ. 2, വളരാൻ താല്പര്യമുണ്ടോ? ഭയങ്കര പ്രതീക്ഷ വേണം. എന്ത് വേണം? പറ. എല്ലാവരും പറ. എന്ത് വേണം മോനെ? ഭയങ്കര പ്രതീക്ഷ വേണം. പ്രതീക്ഷ വേണം. ഒരു ഹല്ലേലൂയ പറ. ഭയങ്കര പ്രതീക്ഷ വേണം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്നെയല്ല, പകരം നിങ്ങളെ കാണണം. ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്നത് നിങ്ങളെ കണ്ടിട്ട് പറയണം, ഈ പുൽപ്പിറ്റിൽ നിന്ന് ഇതുപോലെ 1000ങ്ങളോട് 10000ങ്ങളോട് ലൈവിലൂടെ ആമേൻ യേശുവിനെ പ്രസംഗിക്കാൻ എന്നെ ദൈവം നിർത്തിയിരിക്കും. ആ പ്രതീക്ഷ ഉണ്ടാവട്ടെ. ഉടൽ ഘടകത്തിന് പരിശുദ്ധാത്മാവനോട് പറയുന്നു, എന്തുണ്ടാകണം? പറ. എന്തുണ്ടാകണം? വലിയ ഉത്സാഹം ഉണ്ടാകണം. 2, ഭയങ്കര പ്രതീക്ഷ. അപ്പൊ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്നാ മോനെ? ഞാൻ പറയാം. ആ 38 വർഷമായി കുളക്കടവിൽ കിടന്നവന്റെ പ്രതീക്ഷയില്ലേ, ആ പ്രതീക്ഷ വേണം. മനസ്സിലായില്ല. ഒന്നുകൂടി പറയാ. 38 വർഷമായി കുളക്കടവിൽ കിടന്ന ആ മനുഷ്യനുണ്ടല്ലോ, അവന് ഒടുക്കത്തെ പ്രതീക്ഷയാ. ഞാൻ ചോദിച്ചോട്ടെ, ഞാനും നിങ്ങളുമാണ് ആ കിടപ്പ് കിടക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും പറയത്തില്ലേ, ഡാ എന്നെ കൊണ്ടുപോയി ആ വീടിന്റെ കിച്ചണിൽ കൊണ്ടുപോയിട്, വീടിന്റെ ലിവിംഗിൽ കൊണ്ടുപോയിട്. 38 വർഷമായി കിടക്കുന്നത്, ഇനി എന്നെ ആ കുളക്കടവിൽ കൊണ്ടുപോകണ്ട, എന്നെ കൊണ്ടുപോകണ്ട. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട വാക്കുകൾ അവന്റെ അകത്തില്ല. അവന് 38 വർഷമായാലും
അവനൊരു പ്രതീക്ഷയുണ്ട്. ഒരു ദിവസം അരുമനാഥൻ വരും. ഒരു ദിവസം അവൻ എന്നെ തൊടും. ഒരു ദിവസം എന്റെ കിടക്ക എടുത്ത് നടക്കാൻ അവൻ എന്നോട് പറയും. എന്നെ തൊടുന്നൊരു സാന്നിധ്യം, എന്നെ പിടിക്കുന്നൊരു സാന്നിധ്യം, എന്നെ മൂടുന്നൊരു സാന്നിധ്യം എന്നെ തേടി വരും എന്നൊരു പ്രതീക്ഷ അവന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ ഉത്സാഹം ഉണ്ടാകണം. എന്ത്? വലിയ പ്രതീക്ഷ ഉണ്ടാകണം. 3, ഭയങ്കര വിശ്വാസം ഉണ്ടാകണം. എന്തുണ്ടാകണം? അടുത്തിരിക്കുന്ന ആളോട് പറ, ഭയങ്കര വിശ്വാസം ഉണ്ടാകണം. എന്തുണ്ടാവണം? ഭയങ്കര വിശ്വാസം ഉണ്ടാകണം. ഭയങ്കര വിശ്വാസം ഉണ്ടാകണം. ഞങ്ങളുടെ 21 days ഫാസ്റ്റിങ് നവംബർ 26 നവംബർ 26-ാം തീയതി ഞങ്ങളുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. 21 ഞായറാഴ്ചയാണ്. 20-ാമത്തെ ദിവസം നിങ്ങളുടെ അഭിഷിക്തനായിരുന്നു ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ആലയത്തിൽ സൂക്ഷിച്ചത്. ദേവദാസോട് ചോദിച്ചാൽ അറിയാം. ആമൻ. ഇതുപോലൊരു മീറ്റിംഗ്, കൈവിട്ടുപോയൊരു മീറ്റിംഗ്, അസാധാരണമായ മീറ്റിംഗ്, ആലയത്തിൻ്റെ വാതിൽ തുറക്കാൻ ഇടമില്ലാതെ ആളുകൾ തിങ്ങി നിറഞ്ഞു കൂടിയ മീറ്റിംഗ്, ഫോട്ടോ വച്ച് മട്ടാഞ്ചേരി ഇളകുന്ന രീതിയിൽ ആത്മാവിന്റെ നിയോഗത്തിന്റെ മീറ്റിംഗുകൾ അവിടെ വെളിപ്പെട്ടു വന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വിശ്വാസമാ. ഒരു സ്വതന്ത്രം പറ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അടുത്ത ഒരു മീറ്റിംഗ് ഇതുപോലെ കർത്താവ് വരുവാൻ താമസിച്ചാൽ 1000 10,000 കൂടുന്ന ഒരു മീറ്റിംഗ് ആക്കി ഇതിനെ മാറ്റുമെന്ന് ആത്മാവിൽ വിശ്വാസത്തോടെ പ്രവചിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് വിട്ടേക്ക്. അതിനിടയ്ക്ക് ചില യവനക്കാർക്ക് വേണ്ടി കയറി വന്ന ഒരു അരുളപ്പാടാ പറഞ്ഞു വിടാം. എഫെസോസിൽ ചെന്നു, 12 പേരെ കണ്ടു. 12 പേരെ കണ്ടിട്ട് അവിടെ മേൽ കൈവച്ചു. അവർക്ക് വേണ്ടി അഭിഷേകം, അവർ അഭിഷേകത്തെ നിറഞ്ഞു. അവർ അന്യഭാഷ പറയാൻ തുടങ്ങി. എന്തു തുടങ്ങി? അടുത്തിരിക്കുന്ന ആളൂടെ അന്യായ ഭാഷയല്ല, അന്യഭാഷ പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞ് അവരെന്ത് പറയാൻ തുടങ്ങി? പറ. അന്യഭാഷ പറയാൻ തുടങ്ങി. ചിലർക്ക് അന്യഭാഷ പറയുന്നത് ഭയങ്കര നാണക്കേടാ. ചിലർക്ക് അന്യഭാഷ പറയുന്നത് ഭയങ്കര മടിയാ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്നുകൂടി തുറപ്പിച്ച് നോക്കി പറ, അന്യഭാഷയിൽ ആരാധിക്കണം. പോരാ, എന്ത് ചെയ്യണം? അന്യഭാഷയിൽ ആരാധിക്കണം. ഒന്ന് പറഞ്ഞേ, അന്യഭാഷയിൽ ആരാധിക്കണം. പറ, അന്യഭാഷയിൽ ആരാധിക്കണം. ദൈവസഭ വളരണമോ? അന്യഭാഷയിൽ ആരാധിക്കണം. ദൈവസഭയുടെ അതിരുകൾ വിശാലമാകണോ? അന്യഭാഷയിൽ ആരാധിക്കണം. ഞങ്ങളെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട് അന്യഭാഷ നിന്നുപോയെന്നോ, അന്യഭാഷ വേണ്ടെന്നോ, അന്യഭാഷ വെറുക്കുത്താണെന്നോ പറയുന്നവരുണ്ട്. എന്നാൽ അനുഭവത്തിന് വിളിച്ചിട്ട് പറയുക, അന്യഭാഷയിലൂടെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ അവൻ സംസാരിക്കുന്നത്. അവൻ ആത്മാവിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അഭിഷിക്തനെ അടുത്ത ദൂത് കേൾക്കണം കേട്ടോ. ഈ 12 പേരെ കൊണ്ട് മോനെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അപ്പൊ അന്യഭാഷ പ്രാപിച്ച് ആത്മനിർവൃതി പ്രാപിച്ച 12 പേരെ കൊണ്ട് പൗലോസ് എഫെസോസ് പട്ടണത്തിനകത്ത് ഒരു പ്രാർത്ഥന കണ്ടക്ട് ചെയ്തു. എന്ത് ചെയ്തു? ഒരു പ്രാർത്ഥന ആരംഭിച്ചു. എവിടെയാണെന്നറിയോ? എവിടെയാ പ്രാർത്ഥന എന്നറിയോ? പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന സ്ഥലത്ത് എന്ന് വെച്ചാൽ അവർ കൂടി വരുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട്. പള്ളിക്കകത്ത് അവർ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. 120 പേര് അവൻ കൂടുന്ന ഒരു കൊച്ചു കൂട്ടമായി 12 ദൈവം വളർത്തി. ആത്മനിറവുള്ള കൂട്ടായ്മ താഴുകയില്ല, തളരുകയില്ല, അത് വളരും, അത് വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തെ സ്തുതിച്ചേ. അവൻ ഇന്ന് ശ്രദ്ധിച്ചേ, പള്ളിക്കകത്ത് പ്രാർത്ഥന ആരംഭിച്ച് പള്ളിക്കകത്ത് അന്യഭാഷ പറഞ്ഞു. പൗലോസ് അവിടെ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. 2 മാസത്തേക്ക് ചെന്ന പുള്ളി ഇപ്പൊ 3 മാസമായി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അങ്ങനെ പള്ളിക്കകത്ത് ശുശ്രൂഷിച്ച പൗലോസിനെ പള്ളിക്കാര് പുറത്താക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പള്ളിക്കാര് പുറത്താക്കി. അത് അല്ലേലും അങ്ങനെയാ. വെളിപ്പാട് കിട്ടുന്നവനെയൊക്കെ പള്ളിക്കാരെന്ത് ചെയ്യും? വെളിപ്പാട് കിട്ടുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതെന്നാ ഭാഷ അങ്ങനെ പറഞ്ഞേ? കേറി വന്നുകൊണ്ട് പറയാം, പിറവിയിലെ കുരുടൻ
കുരുട്ട് കണ്ണ് തുറന്നു. ശീലോഹം കുളത്തിപ്പോയി. അവൻ കഴുകി കാഴ്ച പ്രാപിച്ചു. അവർ വന്നിട്ട് ചോദിച്ചു, ഡാ, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? അവൻ പറഞ്ഞു, യേശു എന്ന ഒരു മനുഷ്യൻ. വിട്ടില്ല. രണ്ടാമത് ചോദിച്ചു, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? രണ്ടാമത് കുരുടൻ പറഞ്ഞു, ആമേൻ, ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്നെ സൗഖ്യമാക്കുന്ന അത്ഭുതവാനായ ദൈവം. അവനെ വിട്ടിട്ട് അവന്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, അവന് സംഭവിച്ചതെന്താ? അവന് പറഞ്ഞു, അവന് പ്രായപൂർത്തിയായി, അവനോട് പോയി ചോദിക്ക, അവൻ പറയും. വീണ്ടും അവർ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, കുഞ്ഞെ, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? ആ കുരുടൻ പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ അവന്റെ ശിഷ്യനാകാം. അതിന്റെ അർത്ഥം ലോകത്തിന്റെ ഗുരു അവനാണ് എന്നെ സൗഖ്യമാക്കിയത്. യേശു എന്നൊരു മനുഷ്യനാണ് എന്നെ സൗഖ്യമാക്കിയത്. അത്ഭുതവാനായ ഒരു ദൈവമാണ് എന്നെ സൗഖ്യമാക്കിയത്. ലോകത്തിന്റെ ഗുരുവോ? പ്രൈസ് ദി ലോർഡ്. ഞാന് അതിലോട്ട് പോയാൽ നമ്മുടെ മെസ്സേജ് തീരില്ല. 6 തരത്തിലെ അറിവ് കുരുടനുണ്ടായി. 6 തരത്തിലെ അറിവ് കുരുടനുണ്ടായി. 5 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 6 സെക്കൻഡ് കൊണ്ട് കുരുടന് 6 അറിവ്. ഒരു അല്ലല്ലോ പറഞ്ഞേ. ഈ 6 അറിവ് അവനുണ്ടായപ്പോൾ ബൈബിൾ പറയുന്നു, യോഹന്നാൻ അവനെ പള്ളിയിൽ നിന്ന് അവർ പുറത്താക്കി. അടുത്ത വാക്യം, യേശു അറിഞ്ഞു അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് യേശു അറിഞ്ഞ് അവന്റെ അടുക്കൽ വന്നു. ഒരല്ലലി പറഞ്ഞു. അപ്പോ അവിടെ നിന്ന് നിന്നെ പുറത്താക്കിയോ, യേശു നിന്റെ അടുത്ത് വരും. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, അവിടെ നിന്ന് ഇറങ്ങിയോ, യേശു നിന്റെ അടുത്ത് വന്നിരിക്കോ. അവിടെ നിന്ന് ഇറക്കിയോ, യേശു നിന്റെ അടുത്ത് വന്നിരിക്കോ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ശ്രദ്ധിച്ചേ. യേശു ചോദിച്ചു, നീ സൗഖ്യമാക്കിയത് ആരാന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, അറിയാം യേശു. നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് നിന്നെ സൗഖ്യമാക്കിയത്. ഉടനെ ആ കുരുടൻ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഹല്ലേലൂയ. അപ്പൊ അറിവ് കിട്ടിയാൽ പള്ളിയിൽ നിന്ന് പുറത്തായി. ദൂതിലേക്ക് വരാൻ കേട്ടോ. എഫെസോസ് പട്ടണത്തിലെ പള്ളിക്കകത്തുനിന്ന് പൗലോസിനെയും 12 പേരും പുറത്താക്കി. അവിടെ നിന്ന് പുറത്തിറങ്ങിയ പൗലോസും കൂട്ടരും അവിടെ സ്തോത്രം ഒരു തുറന്ന പാഠശാല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും പരസ്യമായി വന്ന് സംവാദം ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഓഡിറ്റോറിയം. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പള്ളിക്കകത്ത് 120 പേരെ ഉള്ളൂ. പള്ളിയിൽ നിന്ന് മുടക്കിയപ്പോ അവർക്ക് തുറന്നോസിന്റെ പാഠശാല തുറന്നു കിട്ടി. അവിടെ 500-ലധികം പേരിരിക്കും. ഒരല്ലലിയ പറ. ഒരു സ്ഥലം അടഞ്ഞപ്പോൾ, അടഞ്ഞു പോയപ്പോ ഒരു വലിയ പ്ലേസ് ദൈവം നിനക്ക് വേണ്ടി തുറക്കിയോ. സ്വതന്ത്രം. അവൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി അവൻ ആ ഭാഗം പറഞ്ഞിട്ട് നമുക്ക് വരാം. ഇനി എഫെസോസിന്റെ കടലുമായി തീരപ്രദേശത്ത് ഇവര് ഈ തുറന്നോസിന്റെ പാഠശാല ഭയങ്കര ചൂടാണ് കേട്ടോ, ചൂടാണ്. അതുകൊണ്ട് അവിടുത്തെ ആളുകളുടെ ജോലിയുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ 12 മണി വരെ ഒരു ഷിഫ്റ്റും, വൈകിട്ട് 4 തൊട്ട് 7 മണി വരെ അടുത്ത ഷിഫ്റ്റും. ചൂട് നിമിത്തം ജോലിയുടെ ഷിഫ്റ്റ് ഇങ്ങനെ മാറ്റിയിരിക്കുക. എഫെസോസ് പട്ടണത്തിലെ ആ തുറന്നോസിന്റെ പാഠശാലയിലെ അടുത്തുള്ള ജോലിക്കാർ. അതുകൊണ്ട് രാവിലെ 7 തൊട്ട് 11 വരെ ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ കൂടാര പണി ചെയ്യാൻ പൗലോസും പോകും. പോരാ ഒരു ഹല്ലേലൂയ എന്ന് ഉറങ്ങി പറഞ്ഞേ. കൂടാര പണി ചെയ്യാൻ ആരും പോകും? പൗലോസും പോകും. അപ്പൊ പണി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നത് നാണക്കേടല്ല, അഭിമാനമാ. ഒരു ഹല്ലേലൂയ പറയുന്നേ. ആ ഭാഗം വിടിയാ കേട്ടോ. എന്തായാലും പൗലോസ് ആമേൻ ഈ പഠനം ജോലി കഴിഞ്ഞ് 11 മണിക്കത്തെ വിശ്രമത്തിൽ എല്ലാവരും വന്ന് സുഖമായിട്ട് വിശ്രമിക്കും. ആ വിശ്രമിക്കുന്ന സമയം പൗലോസ് എന്താ ചെയ്യുന്നറിയാമോ? തുറന്നോസിന്റെ പാഠശാല വന്ന് ജോലി കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവർക്ക് ബൈബിൾ ക്ലാസ് എടുക്കും. അവരോട് ദൈവവചനം പ്രസംഗിക്കും.
സ്വത്രം. ഇനി അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇതുപോലുള്ള കർച്ചീഫില്ലേ, ഈ കർച്ചീഫ് ആരും കയ്യിൽ വെക്കാറില്ല. അവൻ ഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഈ കുപ്പായത്തിൻ്റെ അകത്ത് ഈ തോള് ഇങ്ങനെ, ഈ കുപ്പായത്തിൻ്റെ അകത്ത് ഈ റൂമാൽ ഇങ്ങനെ ഇട്ടേക്കും. എല്ലാവരുടെ കയ്യിലും അവിടെ ഈ റൂമാൽ ഉണ്ടാകും. അതിങ്ങനെ ചുറ്റിയിട്ടേക്കും, വിയർപ്പ് തുടക്കാനാ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. തുറന്നോസിന്റെ പാഠശാലയിൽ രാവിലെ വൈകിട്ടും ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു. ആത്മനിറവ് പ്രാപിച്ചവർ അതിനകത്തങ്ങ് ആരാധിക്കാൻ തുടങ്ങി. 3 മാസം നിൽക്കാൻ വന്നവൻ 3 വർഷമായി ഇപ്പോ സുവിശേഷ വേല ചെയ്യുന്നേ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഇനി പറയുന്നത് കേട്ടോ, ദൈവസഭ ഇളകി ആമേൻ പറയണം കേട്ടോ, ഇളകി ആമേൻ പറയണം. 3 വർഷം കഴിഞ്ഞപ്പോ തുറന്നോസിന്റെ പാഠശാലയിൽ ബൈബിൾ ക്ലാസും ആരാധന മുന്നോട്ട് പോയപ്പോ ഏഷ്യയിലുള്ള സകല ആളുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു കമ്മിറ്റി കൂടിയിട്ട് പറയുക, ഇവൻ ഇവിടെ വന്നതുകൊണ്ട് അർത്തിമസ് ദേവി ഏതുമില്ലാത്തതായി പോയി. ദൂത മനസ്സിലായോ? ഏതുമില്ലാത്തതായി പോയി. അഭിഷിക്തനെ, ഈ ആരാധന കഴിയുമ്പോ, ഈ ഉപവാസം കഴിയുമ്പോ ഈ ദേശത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികൾ ഏതുമില്ലാതെയാകാം. വിശ്വസിക്കുന്നവരാമേ പറ, വിശ്വസിക്കുന്നവരാമേ പറ. പ്രതികരിക്ക, കരമടിച്ച് പ്രതികരിക്ക. അർത്തിമസ് ഡയാന രാജകുമാരി എന്ന് പറയുന്ന പൈശാചിക മണ്ഡലം ഏതുമില്ലാതെയായി, ഏതുമില്ലാതെയായി ആത്മാവിൽ പ്രവചിച്ചു പറ. അയ്യോ, എൻ്റെ മെസ്സേജ്, ഞാൻ കൊണ്ടുവന്ന മെസ്സേജ് ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ആ മെസ്സേജ് എടുക്കാൻ എനിക്ക് അനുവാദം തരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ റൂട്ട് മാറ്റി. എന്നിട്ട് 12 പേരിൽ ആരംഭിച്ചു, അത് 120ആയി. തുറന്നോസിന്റെ പാഠശാലയിലെ ബൈബിൾ സ്റ്റഡിയും അന്യഭാഷയിലുള്ള ആരാധനയും മൂത്തപ്പോ 3 വർഷം കഴിഞ്ഞപ്പോ അവിടത്തെ ആളുകൾ പറയുക, നമ്മുടെ ദേവി ഏതുമില്ലാതെയായി. പ്രവചിച്ചു പറയുന്നു, ഈ പട്ടണത്തിലെ ശക്തികൾ ഏതുമില്ലാതാവട്ടെ, ഏതുമില്ലാതാവട്ടെ. ഒന്ന് ആരാധിച്ച്, ഒന്ന് ആരാധിച്ച്, അറിയാൻ വന്നിട്ട് ആരാധിച്ച്, കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ഒന്ന് ആരാധിച്ച്. യെസ്, എന്നോട് പ്രതികരിക്കുന്നുണ്ടോ? കരമടിക്ക്. യെസ്. ഓ ഏതുമില്ലാതെയാകും ചില അന്ധകാര ശക്തികൾ, പട്ടണത്തെ പഠിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ ഏതുമില്ലാതാവട്ടെ. ചില ശക്തികൾ മുട്ടുമടക്കുന്ന രാത്രിയാകട്ടെ, ചില അന്ധകാര വ്യാപാരങ്ങൾ മുട്ടുമടക്കുന്ന രാത്രിയായി മാറട്ടെ, ചില പൈശാചിക ബന്ധങ്ങൾ മുട്ടുമടക്കുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തിയൊരു മഹത്വം കൊടുത്തേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, ആമേൻ. ഏറ്റവും കൂടുതൽ
ആമേൻ കേരളത്തിലെ ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഉണർവ് കണ്ണിൽ കണ്ട ഉണർവിന്റെ ശുശ്രൂഷകന്മാരുമായി ഒരുമിച്ച് കൈകൊടുത്ത ഒരഭിഷിക്തനാണ് നിങ്ങളുടെ ദൈവദാസൻ. ആ ദൈവദാസനോട് ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ പട്ടണം ഒരു അത്ഭുതമായി മാറും. അഭിഷിക്തനെ, ഈ പട്ടണം ഒരു അത്ഭുതമായി മാറും. കുറിച്ചു വെച്ചോ, ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂത. വിശ്വസിക്കുന്ന സഭ ഇന്ന് ചലിക്കുമെങ്കിൽ ദൈവസഭ ചലിച്ചു പറ, ഇതൊരു മിറക്കലാ, ഇതൊരു മിറക്കലാ. ആമേൻ, ആമേൻ. ഇതൊന്നും ചുമ്മാ പറയല്ല, ഇതൊരു നിയോഗം. ഞാനൊരു കാര്യം പറയാം, ക്ഷമിക്കണം കേട്ടോ, അത് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രിയ ജെറിബറുമായിട്ട് വൈഫും കൂടി ഞാനിവിടുന്ന് വേഗം ഓടി ആ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിലോട്ട് കയറിയപ്പോൾ അവിടെ ലിഫ്റ്റിൽ 2-3 സഹോദരിമാരുണ്ട്. പെട്ടെന്ന് അമ്മ ജെറിബേർ പറഞ്ഞു ഒരു ആൻറ്റിയോട്, ആൻറ്റി ഇങ്ങ് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേര് ആ ലിഫ്റ്റ് താഴോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ അറിയാതെ ആൻറ്റിയുടെ തോളത്തങ്ങ് കൈവച്ച് പറഞ്ഞു, ആമേൻ, പരിശുദ്ധാത്മാവോട് പറയുന്നു, നിങ്ങൾ ഒരു ആസ്മയുടെ രോഗമുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളായി ആസ്മയാൽ ഭാരപ്പെടുന്നു, ആസ്മ എന്ന രോഗം നിങ്ങളെ അലട്ടുന്നു, കർത്താവ് തൊടും. ആമൻ ലിഫ്റ്റ് താഴെ ചെന്നു. ആമൻ പറഞ്ഞു. ആമൻ ഇതിൻ്റെ ഓണറിൻ്റെ സിസ്റ്ററാണ് ആൻറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻറ്റി അവിടെ പുറകിലുണ്ട്. ഞാൻ ആൻറ്റി കണ്ടിട്ടില്ല, എനിക്ക് ആൻറ്റിയെ അറിയത്തില്ല. പക്ഷെ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്നോട് പറഞ്ഞു ആൻറ്റിയുടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ 2 തവണ ആവർത്തിച്ച് പറഞ്ഞു, ആസ്മയെ ദൈവം ശാസിക്കുന്നു. അതേ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ച് പറയുന്നു, ഈ ദൈവസഭ ഒരു അത്ഭുതമായി മാറും. ഒരു കാര്യം പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഈ അഭിഷിക്തനോട് കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒരൊറ്റ ദൂത പറയാം, ഇതിൽ നിങ്ങൾ പിടിച്ചു നിന്നോ. ആമേൻ. ചിലതിനെ ഇതിനകത്തുനിന്ന് വലിച്ചൊണ്ടു പോകാൻ പിശാച് നോക്കുമ്പോഴേ നീ പോവരുത് കേട്ടോ. അടുത്തൊരു ഉണർവിന് നീ ഒരു ഭാഗമാകേണ്ടതിന് ഇതിനകത്തുനിന്ന് വലിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ശക്തിയുടെ നടുവിൽ ആത്മാവിന്റെ കൃപയോടെ നീ അങ്ങ് നിന്നോ, ഒരു ചരിത്രമായിരിക്കും. Thank you, Jesus. Thank you, Lord. Thank you, Lord. യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ യോസേഫിന്റെ മക്കളെ വടിയുടെ അറ്റത്ത് പറ ചാരി നിന്ന് അനുഗ്രഹിച്ചു. മോനെ, ഈ വടിയുടെ അറ്റത്ത് ചാരി നിന്ന് അനുഗ്രഹിക്കാൻ വടി എന്ന പുൽപ്പിറ്റാണോ? ഞാനിങ്ങനെ നിന്ന് അനുഗ്രഹിക്കുന്ന പോലെ ഈ വടി എന്ന പുൽപ്പിറ്റാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ വടി ഒരു ദൂത. അത് പറഞ്ഞിട്ട് 15 മിനിറ്റിനകത്ത് പ്രാർത്ഥിച്ച് ആമേൻ, ഞങ്ങൾ കൊച്ചിക്ക് വിടും, നിങ്ങൾ ആത്മാവോടെ ഈ ദൂത് കണ്ടിന്യൂ ചെയ്യും. ഒരു സ്വതന്ത്രം എന്ന് പറ. ആമേൻ. പഴയ നിയമത്തിൽ ഒത്തിരി വടിയുണ്ട് കേട്ടോ. അഹരോന്റെ കയ്യിലുണ്ടായിരുന്നു, മോശയുടെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ ഏലിയാവിന്റെ കയ്യിലുണ്ടായിരുന്നു. ഏലിയാവിന്റെ കയ്യിലെ വടി ഏകസി കൊണ്ടുപോയി മരിച്ച കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എലീശയുടെ കയ്യിൽ അല്ലേ ഏകസി കൊണ്ടുപോയി ഇട്ട വടി പോലെ അങ്ങ് കിടന്നു. ഒരല്ലേലൂയ പറ, ഒരു സ്തോത്രം പറ. അപ്പൊ വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് വടിയുണ്ട്. എന്നാൽ യാക്കോബിന്റെ കയ്യിലെ വടി സ്പെഷ്യലാണ്. ഒരാമേൻ പറ. ആമേൻ. അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതൊന്ന് തൊട്ടേക്കാം. അറിയാവുന്നവർ ഒന്നുകൂടി കേൾക്കുക. എന്താണ് ഈ വടിയുടെ ചരിത്രം? യഹൂദ പ്രഭുക്കന്മാരിൽ യഹൂദ ആമൻ പാരമ്പര്യമുള്ള അപ്പച്ചന്മാരുടെ കയ്യിൽ 8 അടി ഉയരമുള്ള ഒരു ബദാം കൊമ്പ് വെട്ടിയെടുത്ത ഒരു വടി ഉണ്ടായിരിക്കും. ആ വടിക്ക് 8 അടി ഉയരം കാണും. ആ വടി ബദാം കൊമ്പിൽ വെട്ടിയെടുത്ത വടിയാണ്. അവൻ ഈ വടി അവിടുത്തെ ഇസ്രായേൽ പ്രഭുക്കന്മാരായ വീട്ടുകാരായ പിതാക്കന്മാരുടെ കയ്യിൽ
ഉണ്ടായിരിക്കും. എന്തിനാണ് ഈ വടി അവരുടെ കയ്യിൽ ഉണ്ടാകുന്നത്? ഈ വടി അവർ കയ്യിൽ പിടിക്കുന്നതിന് മറ്റൊരു ചരിത്രമുണ്ട് മക്കളെ. ഇന്നത്തെ പോലെ നമ്മുടെ വീടുകളിലെ വസ്തു പ്രമാണം എഴുതി വെക്കുന്ന, പ്രോപ്പർട്ടി സൈൻ ചെയ്തു വെക്കുന്ന ആധാരങ്ങളോ ഒന്നും അന്നത്തെ കാലത്തില്ല. പിന്നെയോ, എനിക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ, എനിക്ക് എത്ര ഭാര്യമാരുണ്ടോ, എനിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടോ, ഇതെല്ലാം എഴുതി വെക്കുന്നത് ഈ 8 അടി ഉയരമുള്ള ബേദാം കൊമ്പിലാണ് എഴുതി വെക്കുന്നത്. ആ കൊമ്പ് വെട്ടിയെടുത്ത് അതിൻ്റെ തോലുരിച്ച് അതിൻ്റെ താഴെ മുതൽ അവകാശങ്ങൾ എഴുതി വെക്കും. എനിക്കെത്ര മക്കളുണ്ട്, എനിക്കെത്ര ഭാര്യമാരുണ്ട്, എനിക്ക് എവിടെയെല്ലാം സ്ഥലമുണ്ട്, ഇതെല്ലാം ഈ വടിയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ എഴുതി എഴുതി സൈൻ ചെയ്തു വെക്കും. മനസ്സിലായെങ്കിൽ സ്വതന്ത്രം പറ. ഇനി അങ്ങനെ എഴുതി ഇനി എല്ലാം വെക്കും. അടുത്ത കാര്യം, ദൈവം ഇവരോട് പറയുന്ന വാഗ്ദത്തങ്ങളും കൽപ്പനകളും ഈ വടിയിൽ എഴുതി വെക്കും. ഒരല്ലേലും ഒന്ന് ഉറക്കെ പറ. അപ്പൊ താഴെന്ന് അവരുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം തോലുരിച്ച ബേദാം കൊമ്പിൽ അവരെഴുതി വെക്കും. ഉറങ്ങുമ്പോഴും അവിടെ തലയുടെ ഭാഗത്ത് ഈ വടി ഉണ്ടായിരിക്കും. ഒരു ഹല്ലേലൂയ പറ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എൻ്റെ മരണശേഷം മോനൊന്ന് വന്നേ, ഇതെന്റെ മൂത്ത മോന. എൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഞാൻ ഇവനെ വലം കൈ കൊണ്ട് അനുഗ്രഹിക്കും. എന്നിട്ട് ഇടം കൈയിലിരിക്കുന്ന ഈ വടി ഞാൻ അവന് കൈമാറും. അവൻ വലം കൈ കൊണ്ട് ഈ വടി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ, ഒന്ന്, എൻ്റെ അനുഗ്രഹം ഇവന്റെ മേൽ വരും. 2, എനിക്കുള്ള സകല നന്മകളും ഇവന്റെ മേൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് വടിയുടെ അധികാരത്തിന്റെ രഹസ്യം. ഇനി ശ്രദ്ധിച്ചേ മോനെ, വടി ഇവന് കിട്ടിയാൽ, വടി ഇവന്റെ കയ്യിൽ വന്നാൽ, ഇവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ഈ വടിയും കൊണ്ട് കുത്തിപ്പിടിച്ച് നടക്കത്തില്ല. ഈ വടിയും കൊണ്ട് ഇവൻ പ്രാർത്ഥന മുറി കയറും. എന്നിട്ട് അവൻ മുഴങ്കാലെ ഇരുന്ന് ഈ വടിയുടെ അടിഭാഗത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് വായിച്ച് പഠിക്കാൻ തുടങ്ങും. അപ്പൻ എവിടെയൊക്കെ സ്ഥലമുണ്ട്, അപ്പൻ എവിടെയൊക്കെ മക്കളുണ്ട്, അപ്പൻ എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്, ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട് അവൻ പഠിച്ചു കഴിഞ്ഞ് അവനൊരു ഇറക്കമുണ്ട്. എവിടെ? അവന്റെ അപ്പൻ്റെതെല്ലാം തിരിച്ചു പിടിക്കാൻ. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. ഇനി അടുത്ത ദൂത് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. അബ്രഹാമിന്റെ കയ്യിലെ വടി ഇതാ ഇസഹാക്കിന്റെ കയ്യിൽ വന്നു. ഇസഹാക്ക് കൂടാരത്തിൽ ചെന്ന് വടി പിടിച്ച് വായിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ എവിടെയൊക്കെ സ്ഥലമുണ്ട് വായിച്ചു വന്നപ്പോ താഴെ എഴുതിയിരിക്കുന്നു, ഗെരാറിൽ 2-3 കിണറുണ്ടെന്ന്. ഗെരാറിൽ എന്തുണ്ട് പറ? 2-3 കിണറുണ്ട്. വടിക്കകത്ത് എഴുതി അപ്പൻ സൈൻ ചെയ്തേക്കിയ. കൊച്ചൻ എന്നാ ചെയ്യുന്നറിയാമോ? വടിയിൽ എഴുതിയനുസരിച്ച് ഗെരാറിലേക്ക് പോയി അപ്പന്റെ കിണർ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ ഫെലിസ്ത്യ മല്ലന്മാർ അത് മണ്ണിട്ട് മൂടി അത് ചീര നട്ടേക്കിയ. അവൻ എന്നാ ചെയ്തെന്നറിയാമോ? കൈ കൊണ്ട് ചീര പറിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു, ഇതെന്റെ അപ്പന്റെ പ്രോപ്പർട്ടിയാ, ഞാനത് തിരിച്ചു പിടിക്കുക. ഇന്ന് രാത്രി വേളയിൽ ആത്മാവിനെ പ്രവചിച്ച് പറയുന്നു, പിശാച് കൊണ്ടുപോയത്, പിശാച് മണ്ണിട്ട് മൂടിയത്, പിശാച് കൈവച്ചത് ഈ പകൽ തിരിച്ചു പിടിക്കുന്ന ഒരു പകലായി രാത്രിയായി മാറുകയാ. ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. നിന്റെ പ്രോപ്പർട്ടി എവിടെയൊക്കെയുണ്ടോ, നിന്റെ നന്മകൾ എവിടെയൊക്കെയുണ്ടോ, അതിന്റെ രാത്രി തിരിച്ചു പിടിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ.